ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഗുരുവായൂർ വ്ളോഗ്സിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇനി ഒരു വ്ളോഗും കൂടി ഒരു തവണയും കൂടെ ഞാൻ ഇട്ടു എന്ന് വെച്ചാൽ എൻ്റെ ഇത് തീരും. കാരണം ഞാൻ ഇടാൻ ലേറ്റാകും തോറും നമ്മളുടെ വീഡിയോസ് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. മടി കാരണമാണ് ഇപ്പോൾ വീഡിയോസ് കുറച്ച് ലേറ്റ് ആവുന്നത്. കാരണം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ കുറച്ചധികം സമയം പിടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആനക്കൊട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് വിശക്കാൻ തുടങ്ങിയത് കേട്ടോ. വിശന്ന് എൻ്റെ വയറിന് പുകയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ നേരെ പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇഡലി, സാമ്പാർ, ചമ്മന്തി അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ശ്രീകുട്ടൻ പറഞ്ഞു, അമ്മ യു ജസ്റ്റ് വെയിറ്റ്, ഞാൻ വീഡിയോ എടുത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ. അവൻ ചെയ്തു തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം ഇതാണ് കേട്ടോ. പിന്നെ അടിപൊളി സാമ്പാറായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സാമ്പാറുണ്ടല്ലോ, വീട്ടിൽ നിന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കേട്ടോ. എന്താ പക്ഷെ വിശന്നിട്ടാ തോന്നുള്ളൂ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇതൊക്കെ കണ്ടില്ലേ, എൻ്റെ വീഡിയോസിൽ വരെ എൻ്റെ ഏട്ടൻ എന്ത് ഇഷ്ടമെന്നറിയോ. വരും ചെയ്യും, ഞാൻ എവിടേക്കൊക്കെ പോകുന്നു അതിൻ്റെ പിന്നാലെ വരും കേട്ടോ. എൻ്റെ വീഡിയോസിൽ നിന്നിട്ട് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്നാലും നല്ല സപ്പോർട്ടീവായിട്ട് വീഡിയോ എടുക്കാൻ വരും. ആക്ച്വലി എൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ നിന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. ഒരുമാതിരി മനുഷ്യനെ കളിയാക്കിയിട്ട് പോയ പരിപാടിയായി പോയി ഏട്ടാ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ആനകളെ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കുവാണ്. നല്ല വെയിലായിട്ട്, കാരണം 10 മണി ഒക്കെ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടും എന്താ പറയുക, വെയിൽ വന്നു കണ്ട് എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ പോവാണ്. അപ്പം എൻ്റെ ഏട്ടൻ കണ്ടില്ലേ ബാക്കിൽ നിന്നത് എന്നെ കളിയാക്കാണ്. ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി എല്ലാവരും വീട്ടിൽ പറയുന്ന ഒരേ ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ. പക്ഷെ അവർ കളിയാക്കിയാലും ഇല്ലേ, എൻ്റെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കാൻ ഒരാൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. അതാണ് എനിക്ക് അവരിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കളിയാക്കിയാൽ എന്താണ്, ഞങ്ങൾ വീഡിയോയിൽ വന്ന് നിൽക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാട്ടോ. പിന്നെ നമ്മൾ ആനകളെയൊക്കെ കണ്ടിട്ട് തിരിച്ച് നേരെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഈ കാറ്റ് കടിച്ചിട്ട് എൻ്റെ മുട്ടിയൊക്കെ ഒരു വിധമായിട്ടോ. ഞാനാണെങ്കിൽ അത് കെട്ടിവെക്കാൻ ഒരു ബണ്ണൊന്നും എടുക്കാതെയാണ് പോയത്. അപ്പോഴേക്കും വീടെത്തുമ്പോഴേക്കും അത് മൊത്തം ജേട്ട പിടിച്ച് ആകെ മൊത്തം അലമ്പായിട്ടോ. അപ്പോൾ നമ്മളെ വീടെത്തിക്കഴിഞ്ഞു ഗായ്സ്. ഇനി നമുക്ക് വണ്ടിയിലെ സഹവാസം അവസാനിപ്പിച്ചിട്ട് വീട്ടിലോട്ട് ഇറങ്ങാം. അപ്പോഴത്തേനും ഞാൻ ഈ വീട് ഇങ്ങനെ പിടിച്ചത് കൊണ്ടാവുന്ന ഇല്ല, എന്നെ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു അതൊന്നും മൈൻഡ് ആക്കിയില്ല. അപ്പോൾ വേണമെങ്കിൽ നിന്നാൽ മതി എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് ഇറങ്ങി നടന്നു. ബാക്കിയുള്ളവർ വന്നോ പോയോ എന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബൈ.